Hi all, welcome to Tech Malayalam. നമ്മൾ ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ പല ആളുകളും പല കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പോൾ ചില ആളുകൾ അതിൻ്റെ ഫോണിൻ്റെ പെർഫോമൻസ് ആയിരിക്കും നോക്കുന്നത്. അതുപോലെ ചില ആളുകൾ നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺസ് ആയിരിക്കും ചൂസ് ചെയ്യുക. എന്നാൽ ചില ആളുകൾ അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ക്യാമറകളിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരുപാട് ഫീച്ചറുകളും പല മാറ്റങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അടുത്തിടെ ഇറങ്ങുന്ന ഫോൺസൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ക്യാമറകളിൽ നമ്മൾ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. അതിനൊരു എക്സാമ്പിളാണ് ഷവോമിയുടെ റെഡ്മി നോട്ട് 7 Pro എന്ന മോഡൽ. ഈ ഒരു ഫോണിൽ 48 മെഗാ പിക്സലിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയാണ് റെഡ്മി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർ കൂടുതലായും റെഡ്മി നോട്ട് 7 Pro വാങ്ങിക്കാൻ കാരണമായി. ഇതിനെ തുടർന്നാണ് മറ്റു പല ബ്രാൻഡുകൾ, അതായത് ഇപ്പം ഓപ്പോ, മോട്ടറോള, വൺപ്ലസ്, വിവോ, ആസൂസ്, ഹുവാവേ ഇങ്ങനെയുള്ള ഫോൺസൊക്കെ, ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ 48 മെഗാ പിക്സലിന്റെ ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോൺസ് അവതരിപ്പിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇനി 48 മെഗാ പിക്സൽ ക്യാമറ ഫോണുകളുടെ കാലവും കഴിയാൻ പോവുകയാണ്. ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റിയൽമി 64 മെഗാ പിക്സൽ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. റിയൽമി സിഇഒ മാധവ് ഷെയ്ത്താണ് പുതിയ ഫോണിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടുള്ള ചിത്രം ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറഞ്ഞ പ്രകാശത്തിൽ കൂടുതൽ മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ലോകത്തിലെ ആദ്യ 64 മെഗാ പിക്സലിന്റെ ക്യാമറ അവതരിപ്പിക്കുന്നു എന്നൊരു ഹെഡ്ലൈനോട് കൂടിയാണ് അദ്ദേഹം ഈ ഒരു ചിത്രം ഷെയർ ചെയ്തിട്ടുള്ളത്. 64 മെഗാ പിക്സൽ AI ക്വാഡ് ക്യാമറ ഷോട്ട് ഓൺ റിയൽമി എന്ന വാട്ടർമാർക്കും നമുക്ക് ആ ഒരു ഇമേജിൽ കാണാവുന്നതാണ്. സാംസങ്ങിന്റെ 64 മെഗാ പിക്സൽ ISO സെൽ ബ്രൈറ്റ് GW1 ഇമേജ് സെൻസറാണ് റിയൽമിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കുറഞ്ഞ വെളിച്ചത്തിൽ 16 മെഗാ പിക്സലിന്റെ ചിത്രങ്ങളും അതുപോലെ തെളിഞ്ഞ വെളിച്ചത്തിൽ 64 മെഗാ പിക്സലിന്റെ ചിത്രങ്ങളും പകർത്താൻ ഈ ഒരു സെൻസറിന് സാധിക്കും. 48 മെഗാ പിക്സലിന്റെ ക്യാമറയുമായി ഷവോമിയുടെ റെഡ്മി നോട്ട് 7 Pro പുറത്തിറക്കിയത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസേഴ്സിന്റെ ഇടയിൽ വലിയൊരു ചർച്ച തന്നെയായിരുന്നു. റിയൽമിയുടെ ഈ ഒരു പ്രഖ്യാപനം റെഡ്മി ഫോണുകൾക്കുള്ള ഒരു മറുപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.